അമ്മയിൽ പോര് കനക്കുകയാണ്. നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തി. അമ്മയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ബാബുരാജ് ശ്രമിക്കുന്നുവെന്നാണ് അനൂപ് ചന്ദ്രന്റെ ആരോപണം. സംഘടനയിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നുവെന്നും ജഗദീഷും ബാബുരാജും അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് അനൂപ് ചന്ദ്രൻ തുറന്ന പോരിന് കളമൊരുക്കിയത്. അമ്മ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ന്യൂസ് 18 ലഭിച്ചു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. ആരോപണ വിധേയരായ ആരും അവരുടെ സാംസ്കാരിക ബോധം കൊണ്ടും അവരുടെ മൂല്യം കൊണ്ടും അവർ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വെളുപ്പിക്കണം. അതിനൊരു കസേര വേണം. അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ് സിൽബന്തി രാഷ്ട്രീയം. വിവേകമില്ലാത്ത, സാമൂഹിക ബോധമില്ലാത്ത, സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് തൻ്റെ ചുറ്റിനും ചില സിൽബന്തികളെ സൃഷ്ടിക്കലാണ്. ഇയാളുടെ നാവായി ചില സിൽബന്തികൾ മാറണം എന്നുള്ളതാണ്. ഈ സിൽബന്തികളെ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സിനിമയെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമോ ബോധമോ അല്ലെങ്കിൽ അത്തരം അഭിനയ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളോ ഒന്നുമില്ലാത്ത ചില ആൾക്കാരാണ് ഇയാൾക്ക് സിന്ദാബ വിളിച്ചുകൊണ്ട് സിൽബന്തികളായി മുന്നോട്ട് വരുന്നത്. ഇതിൽ ചില സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അമ്മ അസോസിയേഷനിലെ അഭിനയ സമ്പ്രദായത്തിലും സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ചും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുമൊക്കെ ആധികാരികമായി പഠിച്ച സ്ത്രീകളെ അപഹസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപഹസിക്കപ്പെടുന്നവരിൽ പ്രധാനികളാണ് നമ്മുടെ കുക്കു പരമേശ്വരനും അതുപോലെ ശ്വേതാമേനോനും അനന്യയും സരയും ഒക്കെ അങ്ങനെ ഇവരാൽ അപഹസിക്കപ്പെടുന്നവരാണ്. മിസ്റ്റർ ബാബുരാജ് എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന അദ്ദേഹത്തിന്റെ സിൽബന്തികളിൽ പ്രധാനിയായിട്ടുള്ള അൻസിബ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി കഴിഞ്ഞ ദിവസം പത്രക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു. അമ്മ അസോസിയേഷന്റെ ഓഫീസിന്റെ മുമ്പിന്റെ വാതിൽക്ക് വെച്ചൊരു ചോദ്യം ചോദിച്ചു. ആരോപണ വിധേയരായവരെല്ലാം മാറി നിൽക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അത്രയേറെ ഹൃദയവേദനയുണ്ടായി. ആ കുട്ടി പറഞ്ഞ മറുപടി, മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആരോപണ വിധേയരായി എന്നിട്ട് അവരൊക്കെ മത്സരിക്കുന്നില്ലേ? അവരാരും ബലാത്സംഗ കേസിലല്ല, മുൻകൂർ ജാമ്യമെടുത്തിട്ടല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഈ മത്സര രംഗത്ത് വരുന്നത് അത്യന്തം അപകടമുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കെതിരെ മത്സരിച്ച ആളാണ് മിസ്റ്റർ ബാബുരാജ്. ആരോഗ്യപരമായ മത്സരമായിരുന്നു. കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു അംഗത്തോട് ഈ ബാബുരാജിനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആരോഗ്യപരമായ മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഒരാൾ അയാളുടെ പഴയ കാലത്ത് പല ചെയ്തികളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു പുതിയ മനുഷ്യനാകാൻ നമുക്കൊരു അവസരം കൊടുക്കണം. അതാണ് സാംസ്കാരിക ബോധമുള്ളവർ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുന്ന ഒരു പരാമർശം ഒരു അംഗത്തോടും നടത്തിയിരുന്നില്ല. അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടും ആ കൊടുത്ത അവസരത്തിന്റെ കാലയളവിനുള്ളിൽ വീണ്ടും ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ മഹത്തായ സംഘടന തലപ്പത്തേക്ക് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ടോ? അനൂപ് ചന്ദ്രൻ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത്. മഞ്ജുഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. മഞ്ജുഷ, അമ്മയിൽ പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള പോര് നടക്കുന്നു എന്നതിന് തെളിവാണ് ഇത്. പേരെടുത്തു പറഞ്ഞു, ഒളിഞ്ഞും തെളിഞ്ഞു എന്നതുപോലെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് അനൂപിന്റെ പോസ്റ്റിലുള്ളത്.
അശ്വതി, ഇതിപ്പോൾ അമ്മയിൽ നടക്കുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ പോരിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. അമ്മയിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി, താരസംഘടനയിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ സൂചനയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അമ്മ സംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ട്രഷറർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാർ എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഈ സമയത്താണ് ഇപ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ വീഡിയോ എന്ന് പറയുന്നത് അനൂപ് ചന്ദ്രന്റെ വീഡിയോയാണ്. നടൻ അനൂപ് ചന്ദ്രൻ അമ്മയിൽ മത്സരം നടക്കുമ്പോൾ അവിടെ തിരുത്തൽ പക്ഷത്താണ്. രണ്ട് പക്ഷങ്ങളായിട്ടാണ് ഇപ്പോൾ അമ്മ സംഘടന നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സമയത്ത്, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഈ സമയത്ത്, അതിൽ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് നിലവിൽ അമ്മയുടെ ഭാരവാഹികളായിട്ട് ഉള്ള ആളുകൾ, ഇപ്പോൾ അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റിയാണ്. പക്ഷേ അവരുമായി അനുകൂലിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുവരെ അമ്മയുടെ ഭരണ സാരഥ്യം നിർവഹിച്ചു പോന്ന, നിയന്ത്രിച്ചു വന്ന, അമ്മയുടെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ സിൽബന്ദികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാം, അവരും മറുവശത്ത് അമ്മയിൽ ഒരു തിരുത്തൽ വേണം, ഇതുവരെ നടന്ന കാര്യങ്ങളെ അല്ല. അതായത് ഈ അമ്മ പൊതുജനങ്ങൾക്കിടയിൽ, പൊതുസമൂഹത്തിനിടയിൽ അമ്മയ്ക്കൊരു ദുഷ്പേരുണ്ടായത് മാറ്റിയെടുക്കണം, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിരുത്തൽ ശക്തികൾ രംഗത്ത് വരുന്നത്. അവരുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അവരിൽ ഒരാളാണ് അനൂപ് ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ഇതിൽ അദ്ദേഹം കൃത്യമായിട്ടും നടൻ ബാബുരാജിനെതിരെ, ബാബുരാജ് നിലവിൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് മത്സരിക്കുകയാണ്, ബാബുരാജ് മത്സരിക്കരുത് എന്നുള്ള ആവശ്യം അമ്മ സംഘടനയിൽ ശക്തമായി വരികയാണ്. കഴിഞ്ഞ ദിവസം നടി മാല പാർവതി പരസ്യമായി ഇക്കാര്യം പറഞ്ഞിരുന്നു. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ പരസ്യമായുള്ള അഭിപ്രായ പ്രകടനം നടത്താറുള്ളൂ അമ്മയിലെ ഈ പരസ്യ പോരിനിടയിലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അനൂപ് ചന്ദ്രൻ പറഞ്ഞ കാര്യം ബാബുരാജിനെതിരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അനൂപ് ചന്ദ്രന്റെ ഈ വീഡിയോ. അതാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിൽ കൃത്യമായിട്ട് ബാബുരാജിനെതിരെ എണ്ണി ആരോപണങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് ബാബുരാജ് അമ്മയുടെ തലപ്പത്തെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്? ജനറൽ സെക്രട്ടറി പദം എന്ന് പറയുന്നത് അമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ബാബുരാജിന്റെ ശ്രമങ്ങൾ, പക്ഷേ അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒന്നല്ല. ബാബുരാജ് പീഡനക്കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ്, മുൻകൂർ ജാമ്യത്തിൽ ഉള്ളയാളാണ്. ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് അനൂപ് ചന്ദ്രൻ ഈ വീഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെ ബാബുരാജ് മത്സരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് തിരുത്തൽ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. അവർ മത്സര രംഗത്ത് നിന്ന് പിന്മാറാതെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതിന് കാരണം ബാബുരാജ് സംഘടനയുടെ തലപ്പത്തേക്ക് വരരുത്, ബാബുരാജ് മത്സരിക്കരുത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ ബാബുരാജ് അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അമ്മയിലെ എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് ബാബുരാജിനെ തലപ്പത്തേക്ക് കൊണ്ടുവരുവാൻ പറ്റുകയില്ല, അത് ഞങ്ങൾ അനുകൂലിക്കുകയില്ല. അതിനുള്ള കാരണം ഒന്ന് ഇതാണ്, പീഡനക്കേസിൽ മുൻകൂർ ജാമ്യത്തിൽ ഉള്ളയാളാണ്. അതുമാത്രമല്ല, മുൻപും ബാബുരാജിനെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹത്തെ അമ്മ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മത്സരിക്കുവാൻ പോലും അവസരം കൊടുത്തിട്ടുണ്ട് ാണ്. പക്ഷേ ആ തെറ്റ് തിരുത്തുവാൻ അന്നൊരു തെറ്റ് പറ്റി, അതുകൊണ്ട് അമ്മ മാപ്പ് നൽകിയതാണ്, താരസംഘടന മാപ്പ് നൽകിയതാണ്. പക്ഷേ അതിനുശേഷവും അതേ തെറ്റ് ബാബുരാജ് ആവർത്തിക്കുകയായിരുന്നു. ഇതാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത്. അതായത് ഒരു തവണ തെറ്റ് തിരുത്താൻ അവസരം കൊടുത്തിട്ടും വീണ്ടും അതേ ക്രിമിനൽ നടപടികളുമായിട്ട്, ക്രിമിനൽ കുറ്റവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ബാബുരാജ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അമ്മയിൽ സംഘടന പിടിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ചില സിൽബന്ദികളെ വെച്ചാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുള്ള ജഗദീഷിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ജഗദീഷ് അമ്മയിൽ ഒരു തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളാണ്. ഒരു ഘട്ടത്തിൽ അമ്മയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ തൽക്കാലം മാധ്യമങ്ങളെ കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് ഒരു നിലപാടെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് അമ്മയിലെ ഭാരവാഹികൾക്കെതിരെ തന്നെ ജഗദീഷ് രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ജഗദീഷിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു നിലപാടിലേക്ക് ഈ തിരുത്തൽ വരുത്തുന്ന ആളുകൾ പോയിരിക്കുകയാണ്. രണ്ട് നിലപാട് ജഗദീഷ് എടുക്കും. അതിനാൽ തന്നെ ജഗദീഷിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. ജഗദീഷ് ഇപ്പോൾ ബാബുരാജിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അതിനാലാണ് അനൂപ് ചന്ദ്രൻ ജഗദീഷിന്റെ പേരെടുത്ത് പറയാതെ പറയുന്നത് സിൽബന്ദികളെ വെച്ചിട്ട് അമ്മ പിടിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ബാബുരാജിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയായി വരുവാൻ വേണ്ടിയുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണ്. ബാബുരാജിന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ്
മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ അനൂപ് ചന്ദ്രൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില സാമ്പത്തിക ക്രമക്കേടുകൾ പോലും അമ്മയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോടികളുടെ സാമ്പത്തിക ക്രമക്കേടാണ്. അമ്മ വലിയ രീതിയിൽ അമ്മയുടെ ജനറൽ ബോഡി നടത്തിയതാണ്. ആ സമയത്ത് അമ്മ ഈ സ്റ്റാളുകൾ വിറ്റിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പല റൈറ്റ്സുകളും വിറ്റൊരു സമയമുണ്ട്. ആ സമയത്ത് കോടികളുടെ ലാഭം അമ്മയ്ക്ക് ഉണ്ടായിരുന്നതാണ്. ഈ പണത്തിൻ്റെ ഒക്കെ കൃത്യമായിട്ട് കണക്കുകൾ നൽകിയിട്ടില്ല. അതിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ക്രമക്കേട്, സാമ്പത്തിക തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി ഞാൻ ഉന്നയിക്കുകയാണ് എന്നും അനൂപ് ചന്ദ്രൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇപ്പോൾ ന്യൂസ് 18 വിടുകയാണ്. കാരണം നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളല്ല. അവിടെ പരസ്പരമുള്ള പോര് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സാമ്പത്തിക ക്രമക്കേട് പോലും നടക്കുന്നുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് പോലും നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യമാണ് ഇപ്പോൾ അവിടെ അമ്മയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം തന്നെ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. അതുമാത്രമല്ല അവിടെ മത്സരം നടക്കുന്നതും ഇങ്ങനെ അമ്മ പിടിച്ചെടുക്കുവാൻ, ഈ താരസംഘടന പിടിച്ചെടുക്കുവാനായിട്ട് ഒരു വലിയ ലോബി ശ്രമിക്കുന്നു. അവരെ തടയുന്നതിന് വേണ്ടി ഒരു തിരുത്തൽ ശക്തി എന്ന രീതിയിൽ മറുപക്ഷം പോരിനിറങ്ങിയിരിക്കുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നു. ആരാരുടെ പക്ഷത്താണ് എന്ന രീതിയിൽ തർക്കങ്ങൾ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളവരിൽ ജഗദീഷ് ഉണ്ട്, അതുപോലെ തന്നെ ശ്വേതാ മേനോനുണ്ട്, ദേവനുണ്ട്. പിന്നെ അതുകൂടാതെ പല പോസ്റ്റുകളിലേക്കും നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്ന ആളുകളുണ്ട്. അനൂപ് ചന്ദ്രൻ തന്നെ പല പോസ്റ്റുകളിലേക്കും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. നടൻ രവീന്ദ്രൻ അങ്ങനെ നൽകിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുമുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് മത്സരിക്കുന്നു. ജഗദീഷിനെ നേരിടുന്നതിന് വേണ്ടി ശ്വേതാ മേനോൻ മത്സരിക്കുന്നു. അവർ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമാണ് പത്രിക കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു മത്സരത്തിന് സാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ ദേവനും സ്ഥാനത്തുണ്ട്. പക്ഷേ ദേവനെ ഈ തിരുത്തൽ ശക്തികൾ പറയുന്നത് ദേവൻ ഞങ്ങളോടൊപ്പമാണ് എന്നാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ട്. ജനറൽ സെക്രട്ടറിയായി ബാബുരാജ് മത്സരിച്ചാൽ അവിടെ രവീന്ദ്രൻ മത്സരിക്കും, അല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ മത്സരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ തിരുത്തൽ പക്ഷത്തും അതുപോലെ തന്നെ ഔദ്യോഗിക പക്ഷത്തും ആളുകളുണ്ട്. ഔദ്യോഗിക പക്ഷം എന്ന് ഞാൻ പറയുന്നത് അതിൽ ഈ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അങ്ങനെ പ്രമുഖരായ നടന്മാരുടെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്നു എന്നല്ല. അമ്മയിൽ നിലവിൽ സ്വാധീനമുള്ള ചില ആളുകൾ, അത് ഈ ബാബുരാജ്, സുരേഷ് കൃഷ്ണ അങ്ങനെയുള്ള ആളുകൾ അവരൊരു പക്ഷത്ത് നിൽക്കുകയാണ്. ആ പക്ഷത്ത് നിൽക്കുമ്പോൾ അതിൽ ടിനി ടോം ഉണ്ട്, ജയൻ ചേർത്തലയുണ്ട്. അങ്ങനെയുള്ള നടന്മാർ ഒരു പക്ഷത്ത് നിൽക്കുന്നു. മറുപക്ഷത്താണെങ്കിൽ ഇങ്ങനെ ഈ ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ അങ്ങനെയുള്ള ആളുകളും നിൽക്കുന്നു. അങ്ങനെ ഇരുപക്ഷവുമായി പോരടിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടും അമ്മയിൽ ഇതുവരെ നടന്ന ഈ സമീപകാലത്ത് അമ്മയെ പൊതുസമൂഹത്തിന് മുന്നിൽ താറടിക്കാൻ ഇട നൽകിയ കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നയാൾ നടൻ ബാബുരാജാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഇതിൻ്റെ തലപ്പത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റുകയില്ല. ജനറൽ സെക്രട്ടറി പദം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ പ്രമുഖരായ പല ആളുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പദവിയാണ്. അതിനാൽ തന്നെ ബാബുരാജിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഒരു തിരുത്തൽ നീക്കം അവിടെ നടക്കുന്നത്. അതിന് ബലം നൽകുന്ന ഒരു വീഡിയോയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ സാമ്പത്തിക ക്രമക്കേട്, അതുപോലെ തന്നെ പീഡന കേസിൽ പ്രതിയായിട്ടുള്ളയാൾ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വരികയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ബൈലോയിൽ ഇല്ലാത്ത രീതിയിൽ അവിടെ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് 3 പത്രികയിൽ കൂടുതൽ നൽകാൻ പറ്റില്ല എന്ന ഒരു നിയമം അടിച്ചേൽപ്പിച്ചത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് വരികയാണ്. അങ്ങനെ ഒരു വലിയ പോരിലേക്ക്, പരസ്യ പോരിലേക്ക് താരസംഘടനയായ അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പ് പോകുന്നു എന്നതിൽ കൃത്യമായ സൂചനയാണ് ഈ വീഡിയോ. ന്യൂസ് 18 ഈ വീഡിയോ പുറത്തുവിടുകയാണ്. ശരി മഞ്ജുഷ, എന്തായാലും അമ്മയിൽ പോര് രൂക്ഷമാവുകയാണ്. ഇത് സംബന്ധിച്ച് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലെ ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകരിൽ എത്തിക്കാം. ഇപ്പോൾ